Yes. Next question. A gun fires a lead bullet of temperature, temperature 300 Kelvin, into a wooden block. The bullet having melting temperature 600 Kelvin ഉണ്ട്. അതങ്ങോട്ട് ബ്ലോക്കിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറി. ടോട്ടൽ ഹീറ്റ് റിക്വയർഡ് ഫോർ ദ പ്രോസസ് ദ മാസ് ഓഫ് ദ ബുള്ളറ്റ് ഈസ്. ഏതിൻ്റെ കേസാ? തെർമൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് പറയാം, റൈറ്റ്? ഓക്കെ. ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മുഴുവൻ ഹീറ്റും രണ്ടിനും കൂടി അല്ലേ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ദ ഹീറ്റ് ഗിവൺ ദാറ്റ് ഈസ് 625. ഈ യൂസ്ഡ് ഫോർ ടു പർപ്പസ്. ഒന്നേതാ? ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, അപ്പോൾ MS ഡെൽറ്റ ടി. ദെൻ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ MLF എന്ന് പറയാം. വാല്യൂസ് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ML ഇട്ടുണ്ട്. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 625 ഡിവൈഡഡ് ബൈ S ഡെൽറ്റ ടി പ്ലസ് LF. 625 ഡിവൈഡഡ് ബൈ S. സ്പെസിഫിക് കപ്പാസിറ്റി എത്ര ഓപ്ഷൻ കൊടുത്താൽ? ദിസ് 125 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ്. SI യൂണിറ്റ് ആണ്. 125 ഡെൽറ്റ ടി 300 ഉള്ളത് 600 ആയി. അപ്പോൾ 300 പ്ലസ് LF എത്രയാ? 2.5 into 10⁴. യെസ്, ഇതാണ് കേസ്. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ 625 ഡിവൈഡ് ബൈ 125 into 300 10⁴ ടേംസിൽ മാറ്റിക്കഴിഞ്ഞാൽ 1.25 into 3 into 10⁴ എന്ന് എഴുതാം. അപ്പം അത് 3.75 പ്ലസ് 2.5 into 10⁴ എന്ന് എഴുതാലോ? യെസ്. ദിസ് 3.25 into 3.75 പ്ലസ് 2.5. അപ്പോൾ എത്ര വരും? 4.25 6.25 വരും. അപ്പോൾ 6.25 625 ഡിവൈഡഡ് ബൈ 6.25 into 10⁴. ദിസ് ഇസ് 10⁻² വരും. അപ്പോൾ ദ മാസ് ഓഫ് ദ ബുള്ളറ്റ് ഇൻ ഗ്രാം അല്ലേ പറഞ്ഞ്? ഇത്രയും കിലോഗ്രാം. യെസ്, ദാറ്റ് ഈസ് 10 into 10⁻³ ദാറ്റ് ഈസ് 10 ഗ്രാം വരും. അപ്പോൾ ദ ആൻസർ വിൽ ബി എന്ത് വരണം? റൈറ്റ്, ദാറ്റ് വിൽ ബി 3 അല്ലേ വരേണ്ടത്? ഫൈൻ. 10 ഗ്രാം. ഗ്രാമിലാ വെച്ച്. അപ്പോൾ ആൻസർ വിൽ ബി 3.